ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലൈൻ ഉപയോഗിച്ച് എങ്ങനെ ഇപ്പോൾ ഒരു റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ള രീതിയിൽ തന്നേക്കുന്ന കോർഡിനേറ്റ്സിനെ നമുക്ക് ലൈൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഡ്രോയിങ്ങിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ലൈൻ ഉപയോഗിച്ചിട്ട് റിലേറ്റീവ് അബ്സല്യൂട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലൈൻ വരയ്ക്കണമെങ്കിൽ എൽ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഈ റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എപ്പോഴും ഈ ഒരു ഒറിജിൻ ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു ലൈൻ വരയ്ക്കണം. അത് ഇപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ഇപ്പം എനിക്കിവിടെ ഒരു 20 ഡിസ്റ്റൻസ് ഉള്ള ഒരു ലൈൻ ഒരു 45 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കണമെന്ന് വെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളതിനെ അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അത് റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. ഓക്കെ, ആദ്യം എൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, ഒരു ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം അറ്റ് എന്നുള്ള സിമ്പിൾ ടൈപ്പ് ചെയ്യുക. അറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വേണ്ട ഡിസ്റ്റൻസ്, എനിക്കിപ്പോൾ ഇവിടെ 20 ആണ് വേണ്ടതെങ്കിൽ അറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് 20 എന്ന് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കീബോർഡിലെ ആംഗിളിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ആംഗിളിൻ്റെ സിമ്പിൾ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 45 ഡിഗ്രി ആണ് വേണ്ടത്, ആ ഒരു ആംഗിൾ വാല്യൂ 45 എന്നുള്ള വാല്യൂ ടൈപ്പ് ചെയ്താൽ. അപ്പോൾ എനിക്ക് ആദ്യം ഡിസ്റ്റൻസ് 20 ഡിസ്റ്റൻസ് ഉള്ള ഒരു ലൈൻ 45 ഡിഗ്രി ആംഗിളിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് അറ്റ് 20 ആംഗിൾ 45 എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലൈൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൂടെ വരച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ 20 എന്നുള്ളതായിരിക്കും. ഈ രണ്ട് പോയിന്റിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് 20 ആണ്. അതുപോലെ ഇവിടെ ആംഗിൾ മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 45 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡിസ്റ്റൻസും ആംഗിളും കൊടുത്ത് ഇതുപോലെ പെട്ടെന്ന് വരച്ച് പോകണമെങ്കിൽ ഈ ഒരു റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഇവിടെ തന്നേക്കുന്ന ലെങ്ത് കാര്യങ്ങളൊക്കെ കുറേ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ഫിഗർ ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈൻ എടുത്തു, എന്നിട്ട് ഒരു ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക. എനിക്കിനി അടുത്തത് പോകേണ്ട ഡിസ്റ്റൻസ് അറ്റ് 10,0 എന്നുള്ളൊരു വാല്യൂ ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അറ്റ് കൊടുത്തു, എന്നിട്ട് ഇവിടെ 10,0 എന്ന് കൊടുത്തു. ഇതിപ്പം റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ടാണ് എക്സ് കോമ വൈ എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. നമ്മൾ അറ്റ് 10,0 എന്ന് കൊടുത്തു. അടുത്ത പോയിന്റ് കിട്ടാൻ അറ്റ് 0,10 എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. അടുത്ത പോയിന്റ് അറ്റ് 10,0 എന്ന് കൊടുത്തു. അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അറ്റ് 0,-10 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ഇടയ്ക്ക് നമ്മൾ കൊടുത്ത ഏതോ ഒരു പോയിന്റ് തെറ്റിപ്പോയി. അപ്പോൾ ആദ്യം ലൈൻ എന്നുള്ള എടുത്തു, എന്നിട്ട് ഇവിടെ അറ്റ് 10,0 എന്ന് കൊടുക്കുക. 10,0 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. അടുത്തത് അറ്റ് 0,10 കൊടുത്തു, എൻ്റർ അടിച്ചു. അടുത്ത പോയിന്റ് ആയിട്ട് അറ്റ് 10,0 എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. അറ്റ് 0,-10 എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. അടുത്ത പോയിന്റ് ആയിട്ട് അറ്റ് 10,0 കൊടുത്തു, എൻ്റർ അടിച്ചു. അടുത്തത് അറ്റ് 0,30 എൻ്റർ അടിച്ചു. അറ്റ് -10,0 കൊടുത്തു. അടുത്തത് അറ്റ് 0,-10 0,-10 കൊടുത്തു, എൻ്റർ അടിച്ചു. അറ്റ് -10,0 അടുത്ത പോയിന്റ് ആയിട്ട് അറ്റ് 0,10 കൊടുത്തു. അടുത്ത പോയിന്റ് ആയിട്ട് അറ്റ് -10,0 അടുത്ത പോയിന്റ് ആയിട്ട് അറ്റ്
0,-30 എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ജോയിൻ ചെയ്ത് ഇതുപോലൊരു ഫിഗർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അറ്റെന്നുള്ള സിമ്പൽ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കുന്നത് തെറ്റിപ്പോവാണെങ്കിൽ ഇപ്പം അറ്റ് കൊടുക്കാതെ ഞാനിപ്പം ഇവിടെ ലൈൻ എടുത്തിട്ട് പോയിന്റ് 10,0 എന്ന് കൊടുക്കുകയാണെന്ന് വെച്ചോ. 10,0 എന്ന് കൊടുത്താൽ ഈ ലൈൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഇപ്പോൾ ഈ ഒരു ഒറിജിനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് 10ഉം വൈ ഡിസ്റ്റൻസ് 0ഉം വരുന്ന പോയിന്റ് എവിടെയാണോ വരുന്നത് ആ പോയിന്റിലേക്കായിരിക്കും വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഇപ്പം ഈ ക്ലിക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 10 ഡിസ്റ്റൻസ് മാറിയാണ് വരേണ്ടതെങ്കിൽ എപ്പോഴും അറ്റ് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ആ ഒരു രണ്ടാമത്തെ പോയിന്റ് വാല്യൂ എൻ്റർ ചെയ്യാവുള്ളൂ. അതല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത പോയിന്റും റിയൽ ആയിട്ട് ഈ പറഞ്ഞ x,y എന്നുള്ള പോയിന്റ് എവിടെയാണോ ഈ ഒരു സ്ക്രീനിൽ വരാൻ സാധ്യതയുള്ള ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ അങ്ങ് ജോയിൻ ആവുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിൽ ആ ഒരു റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.